ശാലിനി കേൾക്കുന്നുണ്ടോ? ശാലിനി, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം അശ്വതി, എത്രത്തോളം ഭക്തജന പ്രവാഹമാണ് ഇവിടെ. കിലോമീറ്ററുകൾക്ക് അപ്പുറം പോലും ക്യൂ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ശാലിനി ഒപ്പമുണ്ട് കേട്ടോ. ശാലിനി, നമുക്ക് ഇവിടെ നമ്മൾ ക്ഷേത്ര പരിസരം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ തിരുസന്നിധിക്ക് മുന്നിലാണ്. ശാലിനി, നമുക്കറിയാം ഇവിടെ എത്രത്തോളം ഭക്തജന പ്രവാഹമാണ് എന്നുള്ളത്. ശാലിനി ആ തിരക്കിനിടയിലാണ്. എങ്ങനെയാണ് ശാലിനി ആ തിരക്ക് അനിയന്ത്രിതമായി തുടരുകയാണോ? ഒപ്പം തന്നെ ശാലിനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയായിരുന്നു, ദേവിയുടെ മഹാത്മ്യം, ഐതിഹ്യം എല്ലാം അരച്ച് കലക്കി. എത്ര ലക്ഷം സ്ത്രീജനങ്ങളാണ് ഇവിടെ പൊങ്കാല ഇടാൻ എത്തുന്നത്. ഒപ്പം എന്തൊക്കെ ചടങ്ങുകൾക്കാണ് ഇന്ന് ഈ അനന്തപുരി സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്? ശാലിനി, അശ്വതി രാഖി സൂചിപ്പിച്ചതുപോലെ ഭക്തിസാന്ദ്രമായ ഭക്തരുടെ നിബിഡമായ ഒരു കേന്ദ്രത്തിലാണ് ആത്മസമർപ്പണത്തിന്റെ ഒരു ഇടമായി മാറുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആ കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായി ജനം ടിവിക്കൊപ്പം ഞാൻ ആ ദൃശ്യങ്ങൾ, ആ വാർത്തയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നെങ്കിൽ ഈ 10ാം വർഷം അതൊരു പക്ഷേ കുറച്ചധികമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കുറച്ചധികം ഭക്തർ ഈ പൊങ്കാല അർപ്പിക്കാനായി ഇത്തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 തവണ ഗിന്നസ് റെക്കോർഡിൽ കയറിയ പൊങ്കാല ഇക്കുറി ഇത്തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 തവണ ഗിന്നസ് റെക്കോർഡിൽ കയറിയ പൊങ്കാല ഇക്കുറി ഗിന്നസ് റെക്കോർഡിൽ കയറാനുള്ള എല്ലാ സാധ്യതകളും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തുകയാണ്. കണ്ണകിക്ക് പൊങ്കാല അർപ്പിക്കാൻ, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ, ആത്മസമർപ്പണം നടത്താൻ, അവർക്ക് അവരുടെ ഇഷ്ടകാര്യങ്ങൾ നടത്തി നൽകിയതിന് ഒക്കെ ഒരു ആത്മസമർപ്പണം നൽകാനൊക്കെയായി ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 9:15 ചടങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളൊക്കെ ക്ഷേത്ര ശ്രീകോവിലിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 9:15 ശുദ്ധപുണ്യാഹ ചടങ്ങുകളാണ് ക്ഷേത്ര ശ്രീകോവിലിൽ നടക്കുന്നത്. അവിടെയൊക്കെ പുണ്യാഹം തെളിച്ച് വൃത്തിയാക്കി എല്ലാം ആയതിനു ശേഷം 9:45 കൂടിയാണ് അടുപ്പുവെട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 9:45 കൂടിയാണ് അടുപ്പുവെട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 9:45 പൊങ്കാല അടുപ്പിൽ, അതായത് പണ്ടാര അടുപ്പിൽ, വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും തയ്യാറാക്കിയിട്ടുള്ള പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 2026 തുടക്കമാകും. അതോടുകൂടി അനന്തപുരി ആറ്റുകാൽ അമ്മയുടെ മണ്ണ്, പത്മനാഭ സ്വാമിയുടെ മണ്ണ് അനന്തപുരി അങ്ങനെ യാഗശാലയായി മാറും. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനുള്ള സമയമാണ്. ഇവരൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ക്യൂ നിന്ന് വരി നിന്ന് അമ്മയെ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തുന്ന സ്ത്രീകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അമ്മമാരെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൊങ്കാലയുടെ ഉത്സവം കൊടിയേറിയ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയ ഫെബ്രുവരി 23 മുതൽ തുടങ്ങിയ ആ ഒരു അഭൂതപൂർവമായ തിരക്ക് അത് ഈ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരൊക്കെ ദേവിയുടെ ഇഷ്ടപ്പെട്ട വഴിപാട് ദേവിക്ക് സമർപ്പിക്കാനായി വന്ന് നിൽക്കുന്നവരാണ്. നാരങ്ങ വിളക്ക് കത്തിക്കാനായി, അത് വാങ്ങാനായി ഒക്കെ നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് അമ്മൂമ്മയുടെ തന്നെ ചോദിക്കാം. അമ്മ എവിടുന്നാ വരുന്നത്? അടൂര്. പൊങ്കാലയൊക്കെ ഇടാൻ എത്തിയതാണ്. പായസം മാത്രമേ ഉള്ളൂ? പായസം മാത്രം. ഇവിടെ വന്ന് നിൽക്കുമ്പോ ഈ മണ്ണില് എന്തൊക്കെയാണ് വഴിപാടായിട്ട് നൽകുന്നത്? സന്തോഷം. എന്തൊക്കെയാണ് അമ്മയ്ക്ക്? ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് ഒരു അനുഭവമാണ്. വലിയ തൊഴാൻ എന്താ പോണു. ഞങ്ങൾ വന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, ഗണപതി കാവിൽ പോയി, അങ്ങനെയൊക്കെ വന്നതാ ദേവിനെ തൊഴാൻ വേണ്ടി പോണു. പൊങ്കാല മനോഹരമാകാൻ ഞങ്ങൾ ആശംസിക്കുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പൊങ്കാല അനുഭവം? നല്ല അനുഭവം തന്നെയാണ്. ഞാൻ ഇപ്പോൾ 10ാമത്തെ വർഷമാണ് പൊങ്കാലിടുന്നത്. ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ്. മലപ്പുറം താനൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവരൊക്കെ താനൂര്, ഞാൻ വെള്ളിയാമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. വണ്ടി വിളിച്ചു വരികയാണ്. വണ്ടി വിളിച്ചു വരികയാണ്. 47 ആൾക്കാർ വന്നിട്ടുണ്ട്. എത്തി ഇവിടെ തിരുവനന്തപുരത്ത്? ഇന്നലെ പുലർച്ചെ എത്തി. എങ്ങനെയുണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ നിങ്ങളെ സ്വീകരിച്ചതും ഒക്കെ? ഭക്ഷണമൊക്കെ സമയത്ത് കിട്ടി? ഇന്നലെ പത്മനാഭസ്വാമിൻ്റെ അവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കഴിക്കല്. അവിടെ രാവിലെ ഇവിടുന്ന് അവിടെ പോയിട്ട് അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് അങ്ങോട്ട് വരിക. പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ അമ്മയ്ക്ക് വഴിപാട് നൽകുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല, വരണമെന്ന് ആഗ്രഹിച്ച പ്രാവശ്യം വരാൻ കഴിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട്. അറിയാവളൊക്കെ എത്തിക്കാൻ ആണോ?
തൊഴാൻ പറ്റിയിട്ടില്ല ഉള്ളിൽ. ഇന്നിപ്പോ തൊഴാൻ വേണ്ടിട്ട് ഇത് 2:30 വരെ ഉണ്ട്. ആ ഉണ്ട്. ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, കൂടുതൽ ഭക്തരൊക്കെ അതിനു മുൻപെത്തി ദർശനം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലും തയ്യാറെടുപ്പിലും ഒക്കെയാണ് അനന്തപുരിയിൽ ആറ്റുകാൽ അമ്മയുടെ മുൻപിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ലോക പ്രശസ്തമാണ് ആറ്റുകാൽ പൊങ്കാല. ഒരുപക്ഷെ ആറ്റുകാൽ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്ഥലത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തിരുവനന്തപുരം നഗരസഭയുടെ ഏകദേശം 25 കിലോമീറ്ററിലധികം വരുന്ന ചുറ്റളവിൽ ഈ പൊങ്കാല ഉണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കൊല്ലത്തും കോഴിക്കോടും ബാംഗ്ലൂരിലും അമേരിക്കയിലും ഒക്കെ ഇരുന്ന് വീടുകളിൽ അമ്മയ്ക്ക് ഇതേ ദിവസം പൊങ്കാല അർപ്പിക്കുന്ന ഒരുപാട് ലക്ഷം അമ്മമാരുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആത്മസമർപ്പണമാണ്. മൺകലത്തിൽ പൊങ്കാല അർപ്പിച്ചാൽ അത് ആത്മസമർപ്പണമാണ്. മൺകലം ഒരു ശരീരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൊങ്കാല അർപ്പിക്കുമ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ മൺകലത്തിൽ തന്നെ പുതുവസ്ത്രമണിഞ്ഞ് മൺകലം വാങ്ങി അതിലേക്ക് ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഓരോ ഭക്തരുടെയും വിശ്വാസം. ആ വിശ്വാസം ഓരോ വർഷം തോറും കൂടുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകൾ കൂടി നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. പലരും മണിക്കൂറുകളോളം വരി നിന്നൊക്കെ കുഴിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ, ഒപ്പം തന്നെ അവർക്ക് കുടിവെള്ളം നൽകാനൊക്കെയായി സന്നദ്ധ സംഘടനകൾ അടക്കമുണ്ട്. നമ്മളിപ്പോൾ തൊട്ടപ്പുറത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം, ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തൊക്കെ സ്ഥലം കിട്ടാനായി ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുൻപേ ഇവിടെ വന്ന് സ്ഥലം പിടിച്ച അമ്മമാരെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി ക്ഷേത്രമുറ്റത്ത് തന്നെ, അതായത് തിരുമുറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടപ്പന്തലിനോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടെ മണ്ടപ്പുറ്റ് തയ്യാറാക്കാൻ ഇഡലി പാത്രത്തിൽ മണ്ടപ്പുറ്റിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളപ്പായസം ഇടുന്നവരുണ്ട്, ശർക്കര പായസം ഇടുന്നവരുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നവരുണ്ട്. തെരളി ഉണ്ടാക്കുന്നുണ്ട്. അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വഴിപാടുകളിൽ ഒന്ന് വെള്ളപ്പായസം, ഒപ്പം തന്നെ ശർക്കര പായസം, മറ്റൊന്ന് തെരളി, മണ്ടപ്പുറ്റ്. തലവേദനയും മറ്റുമൊക്കെ ഉള്ളവർ വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുന്നതാണ് ഈ മണ്ടപ്പുറ്റ് എന്നുള്ളത്. അവരുടെ ആ ഒരു അസുഖം മാറാനും അവരുടെ ഒരു ആത്മസമർപ്പണമായി ദേവിക്ക് നൽകുന്നതാണ്. ആ മണ്ടപ്പുറ്റ് തയ്യാറാക്കാനൊക്കെയുള്ള ഒരുക്കങ്ങൾ നമുക്കിവിടെ കാണാം. എന്തായാലും വളരെയധികം ആത്മസമർപ്പണത്തോടെ സന്തോഷത്തോടെയൊക്കെയാണ് ഈ അമ്മമാർ ഓരോരുത്തരും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത്. ഇവിടെ വന്ന് തിരുവനന്തപുരത്തിൻ്റെ ആതിഥ്യ സ്വീകരിച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് പൊങ്കാല അർപ്പിച്ച് അതേ ആത്മസമർപ്പണത്തോടെയും സന്തോഷത്തോടെയാണ് ഓരോ അമ്മമാരും ഇവിടുന്ന് തിരികെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനിയിപ്പോൾ പൊങ്കാല തർപ്പണം, അതായത് പൊങ്കാല സമർപ്പണം നടക്കുന്നത്, നിവേദ്യ ചടങ്ങുകൾ നടക്കുന്നത് 2:15 2:30 ശേഷം വിശേഷാൽ പൂജകളുണ്ട്. അതിനുശേഷം 3:30 ക്ഷേത്ര നട അടയ്ക്കുകയാണ്. പിന്നീട് 7:30 ക്ഷേത്ര നട തുറക്കുകയുള്ളൂ. ഇന്ന് ചന്ദ്രഗ്രഹണമായതുകൊണ്ട് തന്നെ. അപ്പോൾ സ്വാഭാവികമായും അതിനു മുൻപ് ദർശനം നടത്തി നാടുകളിലേക്ക് മടങ്ങാനാണ് ഇവരൊക്കെ ഒരുങ്ങുന്നത്. എന്തായാലും ഇന്ത്യൻ റെയിൽവേയും KSRTCയും ഫയർഫോഴ്സും കേരള പോലീസും ഒക്കെ അവർക്ക് അത്രയധികം സുരക്ഷയും സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. അധിക സ്റ്റോപ്പേജ് അനുവദിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ഈ ഒരു ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകുകയും ചെയ്തത്. KSRTC സംബന്ധിച്ചിടത്തോളം അധിക ബസ് റൂട്ടുകൾ, അധിക സർവീസുകൾ തിരുവനന്തപുരം നഗരത്തിലേക്കും ദീർഘദൂര സർവീസുകൾ, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും അധിക സർവീസുകളും രാവിലെ മുതൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. വൈകിട്ട് ഈ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല കഴിഞ്ഞതിന് ശേഷം തിരികെ മടങ്ങാൻ സമയമാകുമ്പോഴും അവർക്ക് ഈ വാഹനങ്ങൾ കോട്ടയിലും തമ്പാനൂരിലും വീടുകളിലേക്ക് മടങ്ങാൻ. മറ്റൊന്ന് ഫയർഫോഴ്സിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കുമ്പച്ചൂടാണ്. അപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ വെയിലിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഒപ്പം തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള